വി ഡി നടേശന്റെ ഭരണം പിടിക്കാനുള്ള വിസ്മയങ്ങൾ സ്വന്തം പാർട്ടിക്കാർ തന്നെ ചവിട്ടി ഓടിച്ചെടുത്ത് അടുപ്പിനകത്ത് വയ്ക്കുന്ന അവസ്ഥ എന്താണെന്നല്ലേ? ഈ അടുത്ത ദിവസം പാലക്കാട് വെച്ച് വി എസിന്റെ മുൻ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടുള്ള എ സുരേഷിനെ കൊട്ടിഘോഷിച്ച് പാർട്ടിയിലേക്ക് കൊണ്ടുവന്നു മലമ്പുഴയിൽ മത്സരിക്കുമെന്നുള്ള പ്രഖ്യാപനം നടത്തി. ഇപ്പോ എന്ത് വേണം? ഏതെങ്കിലും ഇടതുപക്ഷക്കാർ ആ വഴി പോയില്ല, അതിനെക്കുറിച്ച് ഒന്നും മിണ്ടിയില്ല. പുകഞ്ഞ കൊള്ളി പുറത്തെന്നുള്ള നിലയ്ക്ക് ഒരു മാരണം ഒഴിഞ്ഞു കിട്ടി എന്ന രീതിയിൽ സന്തോഷിക്കുകയായിരുന്നു. ഇപ്പോ സതീശൻ കൊണ്ടുവന്ന വിസ്മയത്തിന് പാലക്കാട്ടത്തെ പാർട്ടിക്കാർ കൊടുത്ത മറുപടി എന്ന് പറഞ്ഞാൽ ദൈവം സഹിക്കൂല. മലമ്പുഴയിൽ എ സുരേഷിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിന് എതിരെ കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം രംഗത്ത്. വെള്ളം കോരാനും വിറക് വെട്ടാനും വീട്ടുകാരെന്നും വിരുന്നു വന്നവർ വീട്ടിലെ യജമാനന്മാരെന്നും വിമർശനം. രാഷ്ട്രീയം IPL ലേലം പോലെയാക്കരുത്, വഴിപോക്കരുടെ അഭയകേന്ദ്രമല്ലെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ കോൺഗ്രസിന് മുന്നറിയിപ്പുണ്ട്. എന്റെ പൊന്നു കർത്താവേ, ലോകത്ത് ഒരു പ്രതിപക്ഷ നേതാവിന് ഈ ഒരു ഗതികേട് വരുത്തരുതേ. പാർട്ടിയിൽ പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ ഭാവി മുഖ്യമന്ത്രി എടുക്കുന്ന തീരുമാനത്തിന് വെറും പട്ടി വില. ഒരു തീരുമാനമെടുത്ത് നീ വീട്ടിൽ കൊണ്ടുപോയി നടപ്പാക്കിയാൽ മതി എന്നുള്ളതാണ് പാർട്ടിക്കാർ ഇപ്പോൾ തിരിച്ചു കൊടുത്തിരിക്കുന്ന മറുപടി. വഴിപോക്കന്മാർക്കുള്ളതല്ല കോൺഗ്രസ് പാർട്ടി. എവിടെയെങ്കിലും കിടക്കുന്ന മാലിന്യങ്ങളെ പറക്കിക്കൊണ്ടുവന്ന് ഇനി പാർട്ടിയിൽ മത്സരിപ്പിക്കാമെന്ന് ഒരു മാടമ്പിയും വിചാരിക്കണ്ട എന്ന് പാർട്ടിയുടെ അണികൾ തന്നെ നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. എന്തായാലും ആ പ്രതികരണ ശേഷി നമ്മുടെ നാട്ടിൽ മാപ്രകളെ കൊണ്ട് യഥാർത്ഥ അടിമകളെ മഹാന്മാരാക്കിയതാണ്. നേതാക്കന്മാരുടെ പെട്ടിയെടുത്ത് നടക്കുന്ന അടിമകളാണ് ഈ നാട്ടിൽ മഹാന്മാരെന്ന് പറഞ്ഞുകൊണ്ടിരുന്നിടത്താണ് ഇപ്പോൾ യഥാർത്ഥ പ്രതികരണ ശേഷി കോൺഗ്രസ് പ്രവർത്തകർ കാട്ടിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ എ സുരേഷിന്റെ നിയമസഭയിൽ മത്സരിക്കാമെന്നുള്ള മോഹവും ഒപ്പം തന്നെ ഇടതുപക്ഷത്തിൽ നിന്ന് കൂടുമാറി അതോടുകൂടി ഞാൻ വലിയ നേതാവായി എന്ന് വിചാരിച്ചെടുത്താണ് ഈ തിരിച്ചടി കിട്ടിയിരിക്കുന്നത്. അണികളില്ലാതെ പാർട്ടിയില്ലല്ലോ. സ്വാഭാവികമായിട്ട് ഇത്രയും പേരെ വെറുപ്പിച്ചുകൊണ്ട് എ സുരേഷിന്റെയും സതീശന്റെ സ്വപ്നവും സാക്ഷാത്കരിച്ചാൽ പാർട്ടി ഇല്ലാത്ത അവസ്ഥ വരും. എന്തായാലും വിസ്മയങ്ങൾ കാട്ടാൻ ഇറങ്ങി പുറപ്പെടുന്നതിന് മുന്നേ ആ വിസ്മയങ്ങളോട് പാർട്ടിയിലുള്ള അണികളുടെ അഭിപ്രായം കൂടി ചോദിക്കാതെ സതീശൻ ചില വിസ്മയങ്ങൾ കാട്ടുമ്പോൾ തിരിച്ച് സതീശന് കൊടുക്കുന്ന വിസ്മയങ്ങളാണ് ഏറ്റവും മനോഹരം. കേരളത്തിലെ മാപ്രകൾക്ക് അത് വാർത്തയല്ലാത്തതിനാലും അത് വലിയ ആഘോഷമാക്കി മാറ്റാത്തതിനാലും ജനങ്ങൾ അറിയുന്നില്ല എന്നായിരിക്കും ഇവർ കരുതുന്നത്. പക്ഷെ യാഥാർത്ഥ്യങ്ങൾ ജനം അറിഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണല്ലോ സതീശന്റെ പുതിയ വിസ്മയത്തെ ഒരു വിലയും കൽപ്പിക്കാതെ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നൊക്കെ പറഞ്ഞാൽ വെറും പുല്ല് വിലയാണെന്ന് തെളിയിച്ചുകൊണ്ടാണ് ഇങ്ങനെ പാലക്കാടത്തെ കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ പരസ്യമായി രംഗത്തെത്തിയിരിക്കുന്നത്.